NCP-യിലെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈയിലേക്ക് മിനിസ്റ്റർ അടക്കം പോകുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പോകുമോ, എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച? ശരത് പവാർ പറഞ്ഞിട്ടില്ല. ഞാനേതായാലും ഇന്ന് പോകുന്നില്ല, അത്രേ എനിക്കറിയുള്ളൂ. ശരി. അല്ല, അതൊക്കെ സംഘടനാപരമായ നടപടികളല്ലേ, അതിൻ്റെ പൈസ നടക്കും. അതൊക്കെ നോക്കാനിവിടെ സംഘടനാ മെഷീനറി ഉണ്ടല്ലോ, അത് ഞാൻ നോക്കണില്ല. മന്ത്രി ഇതിനാണ് അതിൻ്റെ അകത്തൊക്കെ ഇടപെടാൻ തോന്നുന്നത്. മുംബൈയിലേക്ക് പോകുമല്ലോ അല്ലേ? അല്ല, അതറിയില്ല. മുംബൈയിലേക്ക് വന്നാൽ മുംബൈയിൽ വിളിച്ച് മീറ്റിംഗ് വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റും. അതറിയില്ല എനിക്ക്. ഞാനേതായാലും ഇന്ന് മുംബൈയിലേക്ക് പോകുന്നില്ല. കാരണം ഇന്ന് ഞാൻ ഇവിടുത്തെ കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നാളെ രാവിലെ കൊയിലാണ്ടിയിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെ ബിഷപ്പുമാർ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ വളരെ സൗമ്യ മനസ്കരാണ്, വളരെ ദയാലുവായിട്ടുള്ള ആളുകളാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു വരും. ആ ശൈലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർ രാഷ്ട്രീയം കളിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ ചിലപ്പോൾ വന്നു പോകുന്നുണ്ടോ എന്ന് അവരാ നോക്കണ്ടേ. അല്ല, അത് നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായാലും രാജ്യ ആവശ്യം സാധാരണ വരാറ് രാഷ്ട്രീയ ആവശ്യം എന്നുള്ള നിലയിലാണ്. അപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ദൗർഭാഗ്യവശാൽ അതിനെ ചേർന്ന് നിന്നുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നതിലും തെറ്റൊന്നുമില്ല, രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുക. പക്ഷേ അവർ സംസാരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിരിക്കുന്നതിലോ ഭരണകക്ഷിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നതും ഒരേ ശൈലിയെ ഞാനും പറഞ്ഞാൽ നല്ല വാക്കുകൾ കൊണ്ടാണ് തിരുത്തിക്കേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല വാക്കാണ്. അത്രയേ ഉള്ളൂ.